എല്ലാവർക്കും സൺഡേ ചാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നായിരിക്കുന്നത് തൃശ്ശൂർ പറവട്ടാണി വിമലനാഥ ദേവാലയത്തിലാണ്. കാരുണ്യത്തെക്കുറിച്ചും കാരുണ്യവാനായ ഈശോയെക്കുറിച്ചും സംസാരിക്കാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. എല്ലാവരും റെഡി ആയി നിൽക്കുകയാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇതാണ് തൃശ്ശൂരിലെ പറവട്ടാനിയിലുള്ള വിമലനാഥ ദേവാലയം. ഈ ഇടവകയുടെ ചരിത്രം ആരംഭിക്കുന്നത് 1945 ആണ്. തൃശൂർ ലൂർദ് പള്ളിയിലുള്ള പറവട്ടാനിയിലെ കത്തോലിക്ക വിശ്വാസികളുടെ അപേക്ഷ പ്രകാരം 1945 അന്നത്തെ രൂപതാധ്യക്ഷൻ ജോർജ് ആലപ്പാട്ട് തിരുമേനി ലൂർദ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ചിറയത്തച്ഛനെ പറവട്ടാനി വിശ്വാസികളുടെ ചുമതല ഏൽപ്പിച്ചു. 1960 മാർച്ച് 1 തീയതി ബഹുമാനപ്പെട്ട പാവു മഞ്ഞളി അച്ഛനെ വികാരിയായി നിയമിക്കുകയും 1962 ഇടവകയായി ഉയർത്തുകയും ചെയ്തു. 1965 മെയ് 16 തീയതി ജോർജ് ആലപ്പാട്ട് പിതാവ് മാതാവിന്റെ നാമധേയത്തിലുള്ള പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തി. 500-ലധികം കുടുംബങ്ങളുള്ള ഈ ഇടവകയിൽ 340 കുട്ടികൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്നു. ഒത്തിരി സന്തോഷം. അച്ഛൻ നമ്മളിവിടെ നിന്ന് ചാലക്കുടി എത്തിയിരിക്കുന്നത് കാരുണ്യത്തെക്കുറിച്ച് കുട്ടികളായിട്ട് സംവദിക്കാനാണ്. അപ്പോൾ അച്ഛന് കൂടുതലായിട്ട് ഇവിടുത്തെ ഇടവകയെ പറ്റിയിട്ടും അതേപോലെ തന്നെ കുട്ടികളെ പറ്റിയിട്ടും എന്താണ് അച്ഛൻ പറയാനുള്ളത്? ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടു കൂടെ സ്വാഗതം ആശംസിക്കുകയാണ്. സന്തോഷമുണ്ട്. ഇവിടെ നമ്മുടെ കുട്ടികൾ 340 കുട്ടികളാണ് ഇവിടെ വിശ്വാസ പരിശീലനം നടക്കുന്നത്. അതിൽ 22 അധ്യാപകരുണ്ട്. ഞാൻ വന്നിട്ട് 3ാമത്തെ വർഷമാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരുടെ വിശ്വാസ പരിശീലനത്തിൽ ഒരുപാട് അവർ പുരോഗമിച്ച് വരുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ വർഷമാണ് നമുക്ക് അതിരൂപ തലത്തിൽ നമുക്ക് എ ഗ്രേഡ് കിട്ടി വിശ്വാസ പരിശീലന യൂണിറ്റിനും അതുപോലെ യൂണിറ്റ്. അപ്പോൾ തന്നെ ഫൊറോനയിൽ മോഡൽ യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ അഭിമാനക്കാരൻ. നമുക്ക് കഴിഞ്ഞ വർഷമാണ് നമ്മൾ കുട്ടികളെ കൊണ്ട് സമ്പൂർണ്ണമായ ബൈബിൾ എഴുതിക്കുകയുണ്ടായി. പിന്നെ അത് വളരെ ഒരു നല്ലൊരു സംരംഭമായി തോന്നി. പിന്നെ കുട്ടികളൊത്തി ഈ കാരുണ്യമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമ്മൾക്ക് എല്ലാ വർഷവും കുട്ടികളെ നമ്മൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ആതുരാലയത്തിൽ പോകുക, നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രായോഗികമാക്കുന്നത് കാരുണ്യം കൊണ്ടാണ്. കുട്ടിക്കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇവിടെ ഉണ്ട് കുടുംബ യൂണിറ്റുകളിൽ. എല്ലാ കുട്ടിക്കൂട്ടായ്മ, അതായത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ഒരു യൂണിറ്റ് പോലെ കുട്ടികളാണ് അതിൽ അവരുടെ പ്രസിഡന്റ് ആവുക. അങ്ങനെ അവർ ഓർഗനൈസേഷൻ കുറേ ഉണ്ട്. അവരിതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി ധനശേഖരണം നടത്തുന്ന പരിപാടികൾ ആസ്വദിക്കുക. എനിക്ക് തോന്നുന്ന ഒരു മാതൃക തന്നെയാണ്. മറ്റിടവകളിൽ ഇതുവരെ കാണാത്തൊരു ഉണ്ടാകാം, ചില ഇടവകൾക്ക് ഉണ്ടാകാം. കുട്ടിക്കൂട്ടായ്മ എന്നാണ്. ഈ കൊല്ലം 2-3 വർഷമായിട്ട് കൂടുതലായിട്ട് ഇത് നന്നായിട്ട് എല്ലാ യൂണിറ്റുകളിലും വരുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ട്രസ്റ്റിമാരാണെങ്കിലും ഇതിന് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവരില്ലെങ്കിൽ അച്ഛന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ട്രസ്റ്റീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മതബോധനത്തെ അതേപോലെ തന്നെ ഇവിടുത്തെ കുട്ടികളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? നമുക്ക് ഈ വർക്കുകൾ ഓരോന്ന് ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് മതബോധന അധ്യാപകർക്കും അതുപോലെ തന്നെ വിശ്വാസ പരിശീലന കുട്ടികൾക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമുക്ക് അവർ സമ്മാനമായി ഇടവകയിലേക്ക് എ ഗ്രേഡും അതിരൂപതയിലെ ബെസ്റ്റ് യൂണിറ്റൊക്കെ ആയിട്ട് നമുക്ക് ഒരു സമ്മാനമായി നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കായാലും ടീച്ചർമാരായാലും അവർ പറയുന്ന എന്തൊക്കെ പ്രവൃത്തികൾ, ഇപ്പോൾ അവർക്ക് സ്മാർട്ട് ക്ലാസ് റൂം വേണമെന്ന് പറഞ്ഞു വളരെ പെട്ടെന്ന് നമ്മളത് ചെയ്തു കൊടുക്കും. അതുപോലെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ലഹരി വിരുദ്ധ സെമിനാറുകൾ, ക്യാമ്പയിൻ, ഇത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പിന്നെ അവരും ടീച്ചേഴ്സും കുട്ടികളും കൈക്കാരന്മാരും അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അവരിനിയും ആവശ്യപ്പെട്ടാൽ അവർക്ക് വേണ്ട രീതിയിലുള്ള ഏത് തരത്തിലുള്ള സഹായം പള്ളിയുടെ ഭാഗത്തുനിന്നും വികാരിച്ചൻ്റെ ഭാഗത്തുനിന്നും ഇടവകയുടെ ഭാഗത്തുനിന്നും ചെയ്തു കൊടുക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ട്രസ്റ്റിമാരെന്നുള്ള രീതിയിൽ നിങ്ങളുണ്ടാവും. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കരുണയുള്ളവരായിരിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും കാണുന്ന പോലെ തന്നെ ഒരുപാട് നല്ല ചോണ കുട്ടികളായിട്ടുള്ള ഇവിടെ ഒരു ടീം തന്നെയുണ്ട് പറവട്ടാണിയിലെ, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. സമ്മാനം മേടിക്കാൻ നിങ്ങൾ റെഡി ആയിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കരുണയുള്ളവരായിരിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ബൈബിളിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? കരുണ എന്ന് പറയുന്നത് ഈശോയുടെ ഒരു മനോഭാവമാണ് നമ്മളോടുള്ളത്. ഈശോയുടെ സ്വഭാവമാണ് കരുണ. പിന്നെ എൻ്റെ മനസ്സിൽ കരുണ എന്ന് പറയുന്ന കരുണയുടെ രൂപം തന്നെയാണ് വരുന്നത്. പിന്നെയും
ലൂക്ക 6:36 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാവ് കരുണയുള്ളതായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളതായിരിക്കുവിൻ. പിന്നെ മത്തായി 5:7 പറയുന്നുണ്ട്, കരുണയുള്ളവരായിരിക്കുവിൻ, നിങ്ങൾക്ക് കരുണ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ബൈബിളിൽ പറയുന്നത്. നല്ലൊരു കഴിവ് കൊടുക്കാം. അതായത് വലിയ വലിയ കുട്ടികൾ ഉത്തരം പറയുന്ന പോലെ പറയുന്നത് അല്ലേ, കരുണയുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞിട്ട് എത്ര ഇതൊന്നല്ല കേട്ടോ, ഇഷ്ടം പോലെ വചനങ്ങൾ ഉണ്ടല്ലോ നമുക്ക്. എന്നിരുന്നാലും 2 അടിപൊളി എക്സാമ്പിൾ നമ്മുടെ ആൻവിയ പറഞ്ഞു. അപ്പോൾ ആൻവി ആണ് ഇന്നത്തെ ആദ്യത്തെ താരം ഇന്നത്തെ. അപ്പോൾ ആൻവിയക്ക് നമ്മൾ ശാലോമിന്റെ ഭാഗത്തുനിന്ന് ഒരു സമ്മാനം ഇവിടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആദ്യമേ തന്നെ നമുക്ക് വിളിക്കാം, നമ്മുടെ ഇവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ നമുക്ക് വിളിക്കാം അല്ലേ. ഓക്കെ ടീച്ചറെ, നമ്മളെല്ലാ സ്ഥലത്തും ചോദിക്കുന്നത് അതേ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. കാരണം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാവട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് അത് ചോദിക്കുന്നത്. നമ്മുടെ പറവട്ടാണിയിലെ കുട്ടികളെല്ലാവരും നല്ല എനർജറ്റിക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ ഇതേപോലെ എനർജറ്റിക് ആയിട്ട് നിർത്താനായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതേപോലെ തന്നെ എന്താണ് നമ്മളെ ഈ പറവട്ടാണിയിലെ വേദോപദേശം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ആദിമസഭയിൽ സ്ലീഹന്മാർ സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ ചോദിച്ചു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? അതേപോലെയുള്ള ഒരു ചോദ്യമാണ് എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ഞങ്ങളോട് ചോദിക്കുന്നത്. ആ ഒരു പ്രവർത്തന ശൈലിയാണ് ഞങ്ങളുടെ കൈമുതൽ. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം രൂപതയിലെ എ ഗ്രേഡും ലൂർദ് ഫെറോനയിലെ ബെസ്റ്റ് മോഡൽ യൂണിറ്റുമായിട്ട് അവാർഡ് ലഭിക്കുകയുണ്ടായി. വെക്കേഷൻ കാലത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും തന്നെ കൗൺസിലിംഗ് നൽകി. കുട്ടികളുടെ വേദനകൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരമായി ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് എല്ലാ കുട്ടികളെയും കൗൺസിലിംഗ് നടത്തി. അത് അന്നേ ദിവസം തന്നെ ലഹരിയെക്കുറിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുക്കുകയുണ്ടായി. എല്ലാ ഞായറാഴ്ചയും പരിപാടികളാണല്ലോ ടീച്ചറെ? എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ എൻഗേജ്ഡ് ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിൽ മനസ്സിലായ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ടീച്ചർ പറഞ്ഞതിൽ നിന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ടീച്ചേഴ്സോട് വന്നതിന് ശേഷം നിങ്ങൾ ഇരുന്ന് ആലോചിക്കുന്നു ഇനി എന്ത് ചെയ്യാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അത് ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു സംഭവമാണ്. എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, എന്നിരുന്നാൽ നിങ്ങൾ അതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യുന്നു. ടീച്ചേഴ്സ് സജഷൻസ് നൽകുന്നു, ഇന്ന കാര്യം ചെയ്താൽ അത് എല്ലാവർക്കും മാതൃകയാക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മത അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഈ സമയത്ത് കാണുന്ന ആളുകളാണ്. പക്ഷേ ഇവരെ പറ്റിയിട്ട് ഇതിന് ശേഷം ആരും അന്വേഷിക്കാറില്ല. ഇവർ ഇവിടുന്ന് റിട്ടയർഡായി അല്ലെങ്കിൽ വയസ്സായി ഇവിടുന്ന് ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ്, ടീക്കന്മാർ, ഇവരൊക്കെ എവിടെയാണ് എന്താ ചെയ്യണമെന്നൊന്നും അറിയാറില്ല. ആ സമയത്താണ് അധ്യാപക ദിനത്തിൽ ഇവരെന്ത് ചെയ്യുന്നത്, നിങ്ങൾ അവരെ വീടുകളിൽ പോയിട്ട് കണ്ട് അവർക്ക് സമ്മാനങ്ങൾ നൽകി എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അതിനെ നിങ്ങൾ ഒരു വലിയൊരു പ്രശംസ അറിയിക്കുന്നുണ്ട്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. ചോദ്യം ഇതാണ്, കരുണ കാണിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ലഭിക്കുന്നത്? എന്താ പേര്? സിയോനയാണ് ഉത്തരം പറയാൻ പോണേട്ടോ. പക്ഷെ എനിക്ക് സന്തോഷം ഒരു കാര്യം, ആളിങ്ങനെ റെഡിയാണ്, ഇതിങ്ങനെ കേൾക്കാൻ കാത്തു കയറുന്നുള്ളൂ അല്ലേ? ഓക്കെ റെഡി, നമുക്ക് ഉത്തരം കേൾക്കാം, പറഞ്ഞോളൂ. നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിലൂടെ നമുക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും. പിന്നെ സമൂഹത്തിൽ നമ്മൾ കരുണ കാണിക്കുമ്പോൾ ഒരു സാമൂഹിക ഐക്യവും പിന്നെ ഒരു ദൈവ സാന്നിധ്യവും അവിടെ നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കും. എന്ത് മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞല്ലേ. പേരൊന്നും പറഞ്ഞേ? സിയോനയ്ക്ക് നല്ലൊരു കൈഡി കൊടുക്കാം. മാഷെ എത്ര വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു? 20 വർഷമായി. 20 വർഷമായി. അതായത് നിങ്ങളുടെയൊക്കെ പലരുടെയും അപ്പച്ചനെയും അമ്മച്ചിയും പഠിപ്പിച്ചിട്ടുള്ള മാഷാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ? തീർച്ചയായും അങ്ങനെ ആയിരിക്കില്ല മാഷേ. ഓക്കെ മാഷെ, എനിക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് സിനിമകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും വഴി കുട്ടികൾ അതിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. അതിൽ കാണുന്ന കാര്യങ്ങൾ അല്ലേ, അത് ആവർത്തിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലഹരി ഉപയോഗിക്കുന്നത് കാണുന്നു, അത് കാണുന്നു. അപ്പം അതിനനുസരിച്ച് ഇവരും ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ കുട്ടികൾ വഴിതെറ്റാതിരിക്കാനായിട്ട് ഇതിനൊക്കെ ഈ ലഹരി വിരുദ്ധത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയാറുള്ളത്? അതൊന്ന് മാഷ് ഒന്ന് പറയാമോ? തീരെ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള പ്രകടനങ്ങളാണ് സിനിമയിൽ വരുന്നത്. തീർച്ചയായിട്ടും അത് കുട്ടികളെ വളരെ സ്വാധീനിക്കുന്നു. സ്വഭാവത്തിൽ അങ്ങനത്തെ സിനിമ കാണാൻ അവർക്ക് വലിയ താല്പര്യം. അപ്പോൾ ലഹരിയുടെ കാര്യങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്. ഓരോ അമ്മ ഏതാണ് അപ്പനെന്ന് അറിയാത്ത രീതിയിൽ അവർക്ക് ഒരേ ചിന്തയുള്ളൂ, ലഹരി കിട്ടണം, എങ്ങനെയെങ്കിലും ആരെങ്കിലും എങ്ങനെയും പറ്റിച്ചായാലും കിട്ടണം, ഇല്ലെങ്കിൽ അവരെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. ഇത് ഞങ്ങളിവിടെ ബോധന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇത് 2 കാര്യം. ഒന്നാമത് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ തിരുനാൾ അല്ലെങ്കിൽ മാമോദീസ, വിശുദ്ധ കുർബാന നടക്കുമ്പോൾ
മദ്യം വിളമ്പുന്ന സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പം ഉണ്ട്. അത് പോകുന്നില്ല. അത് തീർച്ചയായിട്ടും അവർ കുടുംബങ്ങൾ എടുത്ത് മാറ്റിയാൽ തന്നെ അവർക്ക് കുട്ടികൾക്ക് അറിയുള്ളൂ ഇത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യം. മദ്യം പുകവലിയുടെ ശേഷം അത് ഈ ലഹരിയിലേക്ക് അവർ കടന്നു പോകുന്നത്. അത് തെറ്റാണെന്നുള്ള ബോധ്യം കൊടുക്കാൻ കുടുംബങ്ങളിൽ തന്നെ ചെയ്യണം. അത് തീർച്ചയായിട്ടും ഉപേക്ഷിക്കണം, മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അത് അവരുടെ ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പരമാവധി അതിന് ഒഴിഞ്ഞു മാറും. പിന്നെ അതുപോലെ തന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം. തിരുവചനം പറയുന്നല്ലോ, യേശു പറഞ്ഞാൽ ഞാൻ വന്ന് ജീവൻ നൽകാനും സമൃദ്ധമായി നൽകാനാണെന്ന് യോഹന്നാൻ സുവിശേഷത്തിൽ 10-ാം വാക്യം പറയും. പക്ഷെ അതിന് മുമ്പത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത്. അത് തിരിച്ചറിയത് പിശാചിൻ്റെ പ്രവർത്തനം തിരിച്ചറിയുമ്പോഴാണ് അവർക്കത് മാറിക്കാൻ പറ്റുള്ളൂ. അത് ബോധ്യം കുടുംബങ്ങളിൽ നിന്ന് തന്നെ അതിൽ കൊടുക്കണം. വളരെ വ്യക്തതയോടുകൂടി മാഷ് പറഞ്ഞു. അതിലൊരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തായാലും അധ്യാപകർ അത് പറയും കുട്ടികളോട്, ഇതിനെ പറ്റിയിട്ടുള്ള ദൂഷ്യവശങ്ങൾ, അതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇവിടുന്ന് കൊടുക്കും. പക്ഷേ ആദ്യത്തെ അധ്യാപകർ എപ്പോഴും മാതാപിതാക്കളാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ ഇതൊന്ന് തുടങ്ങണമെന്നാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കളെല്ലാവരും ഈ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ കുട്ടികളെ ബോധവൽക്കരണം ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം നമ്മുടെ കുടുംബം തന്നെയാണ്. കരുണുള്ളവരായിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ബൈബിൾ കഥാപാത്രങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആരൊക്കെ? എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. അതില് സമരിയാക്കാരൻ ഒരു മർദ്ദനമേറ്റ തൻ്റെ ജാതിയല്ലാത്ത ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണ്. പിന്നെ എനിക്ക് മനസ്സിൽ വരുന്നത് ജോസഫിനെയാണ്, പഴയ നിയമത്തിൽ ജോസഫിനെ. അതിൽ ജോസഫ് തൻ്റെ സഹോദരന്മാരെ ഒറ്റ കൊടുത്തിട്ടും ക്ഷാമം വന്നപ്പോൾ ജോസഫ് അവരെ സഹായിച്ചു, ഭക്ഷണ വസ്തുക്കൾ കൊണ്ട് സഹായിച്ചു. അപ്പം അകയൊന്നും ജോസഫ് മനസ്സിൽ വെക്കാതെ അവരെ സഹായിച്ചു. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് റൂത്താണ്. റൂത്തിൽ തൻ്റെ അമ്മയായ നവോമിയെ ഉപേക്ഷിക്കാത്ത റൂത്തിനെയാണ് മനസ്സിൽ വരുന്നത്. 3 ആൾക്കാരുടെ കാര്യം പറഞ്ഞു അല്ലേ? 3 ആൾക്കാർ ആരൊക്കെയാന്ന് പറഞ്ഞ, ഒന്ന് നല്ല സമരിയക്കാരൻ, പിന്നെ രണ്ടാമത് പഴയ നിയമത്തിലെ ജോസഫ്, പിന്നെ റൂത്ത്. ഇത്ര പേര് മാത്രമാണോ? ഒരുപാട് പേരുണ്ട്. പക്ഷെ 3 പേര് ഇവിടെ, നമ്മുടെ പേരൊന്നുകൂടി പറയാമോ? എമിൽ ഇവിടെ വന്ന് പറഞ്ഞു. 3 പേരെന്ന് പറയുന്നത് നിസ്സാരക്കാരല്ല, നമ്മളെല്ലാവരും അറിയാവുന്ന ആൾക്കാരാണ്. ഇതേപോലെയുള്ള കഥാപാത്രങ്ങളാവുക എന്നുള്ളതാണ് അല്ലേ നമ്മുടെ ആരത് പറഞ്ഞു, നമ്മുടെ ഒന്ന് ഫ്രണ്ടിലേക്ക് വരുമോ? അത് വളരെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടാ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്നുകൂടി പറയാം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ ലക്ഷ്യം. പേരെന്താ? എൽവിനാണ് പറഞ്ഞിട്ട്. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എത്ര പേർക്ക് കൂടി ഉണ്ട്? ഇതേപോലുള്ള കാരണമുള്ളവരാവാനായിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? കൈവക്കിയേ. വീണ്ടും എല്ലാവരും പറവട്ടാണി വീണ്ടും തെളിയിച്ചു. എല്ലാവരും എന്താണ്? കരുണയുള്ളവരാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവൻ ചാടിക്കേറി പറഞ്ഞു അതാവണം നമ്മുടെ ലക്ഷ്യം. ഓക്കെ എമ്മിലിനൊരു സമ്മാനം കൊടുക്കാം അല്ലേ? എമ്മിലിന് സമ്മാനം കൊടുക്കാനായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ബൈബിളൊക്കെ എഴുതി ടീച്ചർമാരാണ് എഴുതിയത് ബൈബിൾ. ഞാൻ അങ്ങനെ എന്തോ കേട്ടായിരുന്നു. ടീച്ചർ ഒന്ന് വരാമോ? ടീച്ചർ ആദ്യം നമുക്ക് എമ്മിലിനൊരു സമ്മാനം കൊടുക്കാം. നല്ലൊരു കൈ കൊടുക്കാം. ടീച്ചേഴ്സാണോ ഇവിടെ ബൈബിൾ അങ്ങനെ കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോഴും ഒരു ഇടവകയിൽ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ടീച്ചറോട് ചോദിച്ചത്. പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളുടെ മതബോധന യൂണിറ്റിന്റെ പ്രവർത്തനം. ഞങ്ങളുടെ വികാരി അച്ഛനും ഞങ്ങളുടെ എല്ലാ അധ്യാപകരും എല്ലാ മക്കളും കൂടി സമ്പൂർണ്ണ ബൈബിള് എഴുതുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളിലെ കഴിവുകൾ വളർത്താൻ വേണ്ടിയിട്ട് ഡ്രോയിങ്, അതുപോലെ തന്നെ ലേഖനങ്ങൾ, അതെല്ലാം നമ്മൾ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും കളക്ട് ചെയ്ത് അതിൽ നിന്ന് സെലക്റ്റീവായി നമ്മുടെ പിതാക്കന്മാരുടെ പടം പോലും അവർ വരച്ചു. ഒപ്പം തന്നെ ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ പടം അതും ഉൾപ്പെടുത്തിക്കൊണ്ട് അഗാപ്പെ എന്ന പേരിൽ നമ്മൾ ഒരു മാഗസിൻ ഇറക്കി. ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ലൂർദ് ഫൊറോനയിൽ ബെസ്റ്റ് മോഡൽ യൂണിറ്റിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചത്. അടിപൊളി. ടീച്ചർ, എനിക്ക് അതിൽ ഒരു സംശയമുള്ളത്, എല്ലാവരും കൂടി ചേർന്ന് ബൈബിൾ എഴുതിയില്ലേ? സമ്പൂർണ്ണമായിട്ട് ഞങ്ങളുടെ വികാരിയച്ഛനും എല്ലാ അധ്യാപകരും എല്ലാ കുഞ്ഞുമക്കളും കൂടി ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ. അതൊരു പോയിന്റ് ആണ് കേട്ടോ. അത് കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഇതേപോലെ ഒരു ബൈബിൾ എഴുതിയതിനെ പറ്റിയിട്ട് നമ്മൾ കേട്ടായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഒരു മാതൃക തന്നെയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ആ ട്രോഫിയോടെ കൊണ്ടുവരാൻ പറ്റിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു സമ്പൂർണ്ണ ബൈബിൾ എഴുതി. അവിടെ ഒരു ഒരുമയാണ് നിങ്ങൾ കാണിക്കുന്നത്. അത് നമ്മൾ ബൈബിൾ എഴുതാനായിട്ട് നിങ്ങൾ കാണിച്ചത് തികച്ചും എല്ലാ ഇടവകകൾക്കും എല്ലാ മതബോധന യൂണിറ്റുകൾക്കും ഒരു മാതൃകയാണ്. അടിപൊളി കേട്ടോ, അടിപൊളി. നല്ലൊരു കൈ കൊടുക്കാം. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടിക്ക് പോവാണ്. നമ്മുടെ ഇവിടുത്തെ തന്നെ നല്ല മിടുക്കികൾ ഗംഭീര ഡാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഡാൻസ് കണ്ടാലോ?
ആർ യു റെഡി? ആദിശക്തിപതേ വേദനാദസുധേ രാവാഴുമുർവിതൻ ദ്യോതകേ സർവമൂലപ്രകൃതി പ്രജാപതേ തത്വാദീതത്രിയേകനേ ജഗത്സാക്ഷിയേ മൽപ്രണാമം മൽപ്രണാമം. ഭജപാലകുലജാതനവനീശ്വരം ഭജതേ സദാ കന്യമറിയാസുതം കരുണാനിലയമേകഭൂരക്ഷകം ഭജതേ സദാ ക്രിസ്തുദേവ പ്രഭും. മതിലേമിലേകത ഒരു ഗോഷ്ഠ ജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം. കാനായി ദേശേ ഭവനമതൊന്നിൽ അതിരുചിരം തിരുമംഗല ഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിംകരണീയം ഹൃദയ ക്ലേശം. കരുണാമയതവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ. പൗരപ്രമുഖനാം ശ്രീമോടമേടയിൽ അന്നു നീ അതിഥിയായി ചെന്ന നേരം ഗർവാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശ്രീമോൻ മറന്നു. മണ്ണിലടർന്നൊരു താരക പോലൊരു വിശുദ്ധ വേണി നിനരികിലെത്തി കണ്ണുനീരാലെ പദം നനച്ചു ചാരു കുന്തളത്താലതു തുടച്ചു. പാവങ്ങളൊക്കെയും നീക്കിയാപതിതയെ പാവനയാക്കി ചമച്ചു അവളെ. കല്ലെറിയാൻ വന്ന കൂട്ടരോടോടി പാപിയല്ലാത്തവർ കല്ലെറിയൂ. കൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു. 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജനം അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ. ചുംബനം കൊണ്ട് അഭിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ. 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ്. മുൾമുടി അണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥമഹിഷന്റെ യാനം ചാട്ടവർ അടിയേറ്റു പിടയുന്നു നാഥൻ. രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈറോനിക്ക എന്ന പാപം. എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നതേ വേശ നിന്തിരുമുഖം.
കുരിശിലേറ്റുന്ന തിന്മ മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ. ഗിരികൾ പിളർന്നു വസുന്ധര കുലുങ്ങി ദേവാലയ തിരശീല കീറി സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. മൂന്നാം ദിനം മുത്ഥാനമായി ശുഭ്രവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു സ്നേഹമൂർത്തി. കാരുണ്യം മുടൽ പൂണ്ടൊരു നാഥ യേശുനാഥ, ഭക്തന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ, കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ, ആരനിക്കഭയമൻ യേശുനാഥ ലോകനാഥ. അടുത്ത ചോദ്യം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കരുണ എങ്ങനെ പ്രകടിപ്പിക്കാം? വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഒന്ന് ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരാള് വരൂ. നമ്മുടെ ഡെയിലി ലൈഫിൽ കരുണ കാണിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മൾ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ആവശ്യം ഒരു കേൾക്കാൻ ഒരാളെല്ലാവർക്കും ആവശ്യമാണ്. അപ്പം നമുക്ക് മറ്റുള്ളവർക്കൊരു നല്ലൊരു ലിസണർ ആവാൻ പറ്റാന്നുണ്ടെങ്കിൽ അതും കരുണയുടെ ഒരു വലിയൊരു പ്രവൃത്തിയായിരിക്കും. പൊന്നെ വലിയ ആൾക്കാർ സംസാരിക്കണല്ലോ. ജോഷ് നിൽക്കൂ പോവല്ലേ. അതായത് ആള് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കരുണ നമ്മൾ കാണിക്കാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആൾ പറഞ്ഞത് ലിസൺ ചെയ്യാം. മറ്റുള്ളവർ ചിലപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആരും കേൾക്കാനുണ്ടാവില്ല, ഒന്ന് കേൾക്കാനായിട്ടൊരു മനസ്സ് കാണിക്കുക അല്ലേ. ആ എല്ലാം ഈശോയെ പ്രതി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്തായി മാറി? കരുണയായിട്ട് മാറി എന്നാണ് ആള് പറഞ്ഞത്. നല്ലൊരു പോയിന്റാണ്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. ടീച്ചറെ പ്ലീസ് കം. ടീച്ചർ വരൂ. നല്ലൊരു ഗൈഡ്. പറവട്ടാണി കാറ്റിസം സ്പെഷ്യൽ ആവുന്നത് എന്താണ് അതിൻ്റെ റീസൺ? അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഐക്കോണിക് ആയിട്ടുള്ള സംഭവം ഉണ്ടാവുമല്ലോ. എന്താണ് ഇവിടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന മെയിൻ കാര്യം? മാക്സിമം ഞങ്ങളുടെ HMനോട് ചേർന്ന് ടീച്ചർ എന്താണ് ഞങ്ങളോട് പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുട്ടികളെ കാറ്റീസം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്നേഹമാണല്ലോ പകർന്നു കൊടുക്കുക. അപ്പോൾ ഒരു അമ്മ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ കർത്താവിൻ്റെ സ്നേഹം എങ്ങനെയാണ് ഈ കുഞ്ഞുമക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടതെന്ന് ഞങ്ങളുടെ തന്നെ സ്നേഹമുള്ള പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് കർത്താവിൻ്റെ കരുണയുടെ കാര്യമൊക്കെ ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു. കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത് കർത്താവിൻ്റെ നീതി തന്നെയാണ്. കർത്താവ് നമ്മളോട് കരുണ കാണിച്ച പോലെ നമ്മൾ വ്യക്തികൾക്ക് എല്ലാവരോടും പലപ്പോഴും കാണിക്കാൻ സാധിക്കാറില്ല. എങ്കിലും കുഞ്ഞു മക്കളായ നമ്മൾ ഈശോയെ സ്നേഹിക്കുക വഴിയായിട്ട് ആ കരുണ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ക്ലാസ്സിൽ ഞങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ലഹരിയുടെ കാര്യം പറഞ്ഞു. നമുക്ക് ഏറ്റവും വലിയ ലഹരി ഈശോയാണ്. ആ ഈശോ എന്ന ലഹരിയിലേക്ക് ഇന്നത്തെ തലമുറ എത്തുന്നില്ല. ഞങ്ങൾ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നത് മാത്രം പോരാ, ഒപ്പം തന്നെ കുടുംബങ്ങളിലെ തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഓൾറെഡി അത് നമ്മുടെ മാഷ് പറഞ്ഞിരുന്നു, കുടുംബങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം നിർബന്ധമായിട്ടും. അത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല ടീച്ചർ പറഞ്ഞൊരു പോയിന്റ് വളരെ ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ആരായിരിക്കണം? പൊന്നെ, ഇതറിയാവുന്ന ആൾക്കാരാണ്. ഇപ്പൊ എല്ലാവരും കേട്ടു. ഓക്കെ, ആരായിരിക്കണം?
ഇത് കേട്ടാൽ മതി. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. എന്നിരുന്നാലും നിങ്ങൾ ആരാണ് ആദ്യം ഇതിന് ഉത്തരം പറയാൻ നോക്കി നോക്കാം. കരുണയുടെ രാജാവായ ഈശോയെ കുറിച്ച് പറയുക. ഞാൻ ഇതേ ക്വസ്റ്റ്യൻ പറയുമ്പോഴേക്കും അവിടെ റെഡി. കരുണയുടെ രാജാവായിട്ടുള്ള ഈശോനെ പറ്റിയിട്ട് ആർക്കാ പറയാറ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? പറയാൻ പറ്റില്ലേ? എന്നാലും ആദ്യം വന്നത് നമ്മുടെ ഈ മിടുക്കിയാണ്. മിടുക്കിയുടെ പേരെന്താ? നിവ്യാണ് കേട്ടോ. കരുണയുടെ രാജാവായിട്ടുള്ള ഈശോനെ പറ്റിയിട്ട് സംസാരിക്കാൻ പോകുന്നത്. പറയാം നിവ്യ. ഇപ്പോൾ അർഹിക്കുന്നത് കൊടുക്കുന്നത് സ്നേഹമാണ്, എന്നാൽ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ കരുണ. ഈശോ തന്നെയാണ് കരുണയുടെ രാജാവ്. കാരണം പറയാൻ വെച്ചാൽ നമുക്കൊരു അർഹത ഇല്ലാതിരുന്നിട്ടും പാപികളായി നമുക്ക് വേണ്ടിയിട്ട് അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയ ഈശോ തന്നെയാണ് നമുക്ക് എന്നും മാതൃക. പാപികളായിരുന്നിട്ടും ബലഹീനരായിരുന്നിട്ടും തന്നെ ഒറ്റുകൊടുക്കാൻ ഇരിക്കുന്നതെന്ന് ഈശോയ്ക്ക് അറിഞ്ഞിട്ട് പോലും ഈശോ വിശുദ്ധ കുർബാനായിട്ട് നമ്മുടെ നാവിൽ തുമ്പിൽ അലിഞ്ഞു ചേരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഈശോയുടെ ഏറ്റവും വലിയ കരുണ എന്ന് പറയുന്നത്. ബൈബിൾ എടുത്ത് നോക്കിയാൽ ഒട്ടനവധം ഈശോയുടെ ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും നമ്മളോട് കരുണ കാണിച്ചത് തന്നെയാണ്. ബൈബിളിൽ വ്യഭിചാരിയായിട്ടുള്ള സ്ത്രീയുടെ അടുക്കൽ വരുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. അവിടെ ആയാലും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സാവൂളിനെ വിശുദ്ധ പൗലോസാക്കി മാറ്റി. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന സാവൂളിനെ നീ പീഡിപ്പിക്കുന്ന ഈശോ ആകുന്നെന്ന് ഈശോ പറഞ്ഞതാണ്. എന്നിട്ടും അവനോട് അവിടെ കരുണ കാണിച്ചു. നല്ല സമരക്കാരുടെ ഉപമയോട് പറഞ്ഞു. ആ ഉപമയിലും പറയുന്നുണ്ട്, അതായത് നല്ല അയൽക്കാരെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ കരുണ കാണിക്കുന്നവനാണ്. അതുപോലെ തന്നെയാണ് അന്ധനോട് ദാവീദിന്റെ പുത്രനിൽ കനിയണം എന്ന് പറയുമ്പോഴേക്കും അവിടെ ഈശോ കരുണ ചൊരിയുകയാണ്. അങ്ങനെ ഓരോ നിമിഷവും നമ്മളും ഇപ്പൊ പാപം ചെയ്യുമ്പോഴും ഈശോ നമ്മൾ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. നമ്മുടെ കൂടെ പിടിച്ച് നമ്മുടെ ഒപ്പമാണ് ഈശോ സഞ്ചരിക്കുന്നത്. നമ്മളെ കൈവടിയാണ് നടക്കുന്ന ഈശോ തന്നെയാണ് എന്നും നമ്മുടെ റോൾ മോഡൽ. നമ്മൾ എന്നും അനുകരിക്കേണ്ടത് ഈശോയെ തന്നെയാണ്. ഈശോയെ കാരണമല്ലോ എനിക്ക് ഹെഡ് മിസ്ട്രസിനോട് പറയാനുള്ളത്, പണ്ഡിതരാണല്ലോ ടീച്ചർ ഇവിടുത്തെ പിള്ളേരൊക്കെ. എനിക്ക് സ്കൂൾ ലീഡറും കൂടിയാണ്. ഓ അടിപൊളി അടിപൊളി, നല്ലൊരു ഐഡിയ കൊടുക്കാം സ്കൂൾ ലീഡർക്ക്. ആദ്യത്തെ വരി ഒന്ന് പറയാം. അർഹിക്കുന്നത് നൽകുന്നത് സ്നേഹമാണ്, എന്നാൽ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ കരുണ. ഇത് എവിടെയെങ്കിലും എഴുതിയൊക്കെ ഇത് എവിടെയെങ്കിലും വായിച്ചോളൂ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. കാരണം ഈ ഒരു പോയിന്റ്, അർഹിക്കുന്നത് നൽകുന്നത് സ്നേഹമാണ്, അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് എന്ത്? കരുണ. ഇതിന് നല്ലൊരു അല്ലേ ഒരു ഡെഫിനിഷൻ ഇതിനു വേണ്ടി പറയാറില്ല. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് നെക്സ്റ്റ് ഇയർ പ്ലാൻസ്, പരിപാടികളൊക്കെ? ഞങ്ങൾ നെക്സ്റ്റ് ഇയറിന് വാർഷിക പ്രോഗ്രാം നമുക്ക് ലഭിക്കും. നമുക്ക് DBCLC നിന്ന് ലഭിക്കും. അത് പോരാതെ HM-ഉം വികാരിയച്ഛനും ഞങ്ങൾ എല്ലാ കാറ്റഗറി ടീച്ചേഴ്സും ഇരുന്നുകൊണ്ട് അടുത്ത നെക്സ്റ്റ് ഇയറിനുള്ള എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടോന്ന് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മളിങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. രൂപതയിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടോ നിങ്ങൾ തമ്മിൽ ആലോചിച്ച് കുട്ടികൾക്ക് മൈൻഡ് ഡെവലപ്മെന്റിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വേണ്ടി അവർ ആവശ്യം എന്താണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനും കൂടി അതിൽ കുട്ടികളെ പൾസ് അറിഞ്ഞിട്ട് പ്രവർത്തിക്കാന്ന് പറഞ്ഞ പോലെ. അപ്പൊ അത് വലിയൊരു മാതൃക തന്നെയാണ് ടീച്ചറെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെഡി. അപ്പോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ നമ്മുടെ ജനറൽ ആയിട്ട് 1-2 ചോദ്യങ്ങൾ പെട്ടെന്ന് ചോദിക്കും. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേരെന്താണ്? പിതാവാണ്. അത് സത്യമാണോ? ആൾ തന്നെയാണോ? ആള് പറഞ്ഞത് തെറ്റല്ലേ? അല്ല, കറക്റ്റ് ആണ്. എന്താ പേര് അപ്പൊ നമ്മുടെ ആർച്ച് ബിഷപ്പിന്റെ പേരെന്താ? ഓക്കെ, അപ്പൊ നമ്മുടെ മിടുക്കിന് സമ്മാനം കൊടുക്കാം. നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവര് 3 ചോദിക്കാം. ഇവര് 3 അതല്ല നല്ലത്. എല്ലാവരും ഇവര് 3 എനങ്ങാതെ നിൽക്കായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ആർക്കും വേണ്ടി ഉത്തരം പറയാം. നമ്മുടെ പുതിയ മാർപ്പാപ്പയുടെ പേരെന്താണ്? ലിയോ മാർപ്പാപ്പ. ഈ ലിയോ മാർപ്പാപ്പയുടെ നമ്മൾ ഇപ്പോൾ ലിയോ മാർപ്പാപ്പ നമ്മൾ പറയുന്നു. കറക്റ്റ് എന്താ പറയാ? ലിയോ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ 3 മിടുക്കികൾക്ക് നമ്മളിവിടെ സമ്മാനം കൊടുക്കുന്നുണ്ട്. 3 പേർക്ക് നമ്മുടെ ഗംഭീര സമ്മാനമാണ് കൊടുക്കുന്നത്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. 3 പേരും കൂടി മേടിച്ചോ. ഈശോയുടെ കരുണയാണ് നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആയിരുന്നത്. ഈശോയുടെ കരുണ നിങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് നമുക്ക് കാണാനുണ്ട്. നിങ്ങളെല്ലാവരും ഈശോ തന്നെയാണ്. ഒരാളും കൂടി ഞാൻ പെട്ടെന്നൊന്ന് ഇതിലേക്ക് വിളിക്കുകയാണ്. കാരണം നമ്മളെ ഈ ഒരു സമയത്ത് വളരെ കുറവാണ് ഇപ്പോൾ ഇടവകളിലത് കാണാനുള്ളത്. അതായത് ദൈവവിളി എന്നുള്ളൊരു സംഭവം. ഇവിടുന്ന് ഒരു മിടുക്കൻ ദൈവവിളിയായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ മിടുക്കനൊന്ന് ഫ്രണ്ടിലേക്ക് വിളിക്കുകയാണ്. ജോയലാണ് ഇത്തവണ ഇവിടുന്ന് പോകുന്ന പറവട്ടാണ്. ഇത് ഇനി ഇപ്പോൾ ഓൾറെഡി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ വളരെ റെയറായിട്ടാണ് ഇപ്പോൾ ആളുകൾ ഈ ദൈവവിളി മുന്നോട്ട് കടന്നു വരുന്നത്. ജോയൽ, എന്തായിരുന്നു ജോയലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? അപ്പോൾ അതെല്ലാവരും ഒന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ദൈവവിളി ആണോ എന്ന് സംശയിച്ചിരിക്കുന്നവർക്ക് ഒരു ഉത്തരമായിരിക്കും. ദൈവവിളിക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഓൾട്ടർ ബേസിൽ ചേർന്നതാണ്. മാത്രമല്ല മറ്റേ ക്യാമ്പിൽ നമ്മളൊക്കെ പാപികളാണ്. പക്ഷെ ക്യാമ്പിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായ നമ്മുടെ ബലഹീനതയാണ് ദൈവം നമ്മളെ കാക്കണത്. അത് കാരണം ദൈവവിളി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ദൈവവിളി വന്നത് ആദ്യം ചെറുപ്പത്തിൽ
8ാം ക്ലാസ്സിലാകുമ്പോൾ ഓൾട്ടറിൽ കയറുന്നു. ഓൾട്ടറിൽ കയറുന്നിട്ട് പ്രാർത്ഥനയിൽ യേശുവിൻ്റെ അടുത്തല്ലേ നിൽക്കണം നമ്മൾ. അപ്പോൾ അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. 90% ഓൾട്ടർ ബോയ്സിന് കിട്ടിയതാണ് അനുഗ്രഹം. ബാക്കി 10% മാത്രമേ എൻ്റെ പ്രാർത്ഥനയുള്ളൂ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജോയൽ അല്ലേ, ജോയലിനെ കൂടെ ദിവ്യബലി അർപ്പിക്കാനുള്ള അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ശാലോം TV ഉൾപ്പെടെ എല്ലാവരും ആശംസിക്കുകയാണ് ജോയൽ. അപ്പോൾ വലിയൊരു കാര്യമാണ്, മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ആയിരുന്നത് പറവട്ടാണിയിലാണ്. പറവട്ടാണിയിലെ മിടുക്കരുടെ കൂടെയാണ്. കരുണയുള്ളവരായിരിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് ഇവർ പറഞ്ഞു തന്നു. അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ മറ്റൊരു ഇടവകയിലെ മിടുക്കരായിട്ട് നമുക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ.